വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിൽ വെക്കുന്നതായതുകൊണ്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പഴം കുക്ക് ചെയ്തെടുക്കണം. പഴം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് തന്നെ ചേർക്കണം, നെയ്യാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുക. നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. പഴം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു ഇളം പച്ച പഴമൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കണം. പഴുപ്പ് കൂടുതലുള്ള പഴമാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാം. എങ്ങനെയായാലും നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. പഴം ഈ പഞ്ചസാരയിൽ നന്നായിട്ട് തന്നെ ഒന്ന് വിളയിച്ചെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര മെൽട്ടായിട്ട് അതിൽ തന്നെ ഇത് കുക്കായി കിട്ടിക്കോളും. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കണം. ഓപ്ഷനിലാണ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്. നമ്മുടെ പഴം ഇവിടെ സോഫ്റ്റ് ആയിട്ട് വിളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ട ഒന്ന് നന്നായിട്ട് മിക്സാക്കി ചിക്കിയെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലൊക്കെ രാവിലെ എപ്പോഴും ചായക്ക് ഇതൊക്കെയാണ് ഉണ്ടാവുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നൊരു റെസിപ്പിയാണ്. അത് ഞാൻ വഴിയെ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ പഴത്തിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട ചേർത്തതിന് ശേഷം മുട്ട ഒന്ന് കുക്കാകണം, തേങ്ങ ഒന്ന് മിക്സ് ആകണം, അത്രേ വേണ്ടുള്ളൂ. നമുക്കിനി ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ബാറ്ററാണ് റെഡിയാക്കേണ്ടത്. ബാറ്റർ റെഡിയാക്കുന്നവരെ ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. മിക്സി അടച്ച് വെച്ചിട്ട് നമുക്ക് ദോശമാവിൻ്റെ പരുവത്തിൽ ഇതൊന്ന് അടിച്ചെടുക്കണം. പിന്നെ ഈ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ആവശ്യമൊന്നുമില്ല, സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. നമ്മൾ മിക്സിയിൽ ചെയ്യുകയാണെങ്കിൽ കട്ടകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനിത് അടച്ച് വെച്ചിട്ട് അടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ദോശക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അധികം തിക്കും അല്ല അധികം ലൂസും അല്ല. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ ചുടുന്ന പാനൊന്ന് ചൂടായാൽ 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കായി തുടങ്ങിയാൽ പാനിൽ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ റെഡിയാവുന്ന ഒരു ദോശയും കൂടിയാണിത്. ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ കനം കുറച്ച് പരത്തിയോണ്ട് നമുക്ക് മറിച്ചിടേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കിതൊരു കാസറോളിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കണം. നമ്മുടെ ദോശയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അസംബിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2-3 സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാനാണെങ്കിൽ ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. റോൾ ചെയ്തിട്ടും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ റോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് സെർവ് ചെയ്യാം. നല്ലൊരു സ്നാക്കാണ്. നിങ്ങൾക്ക് 4 മണിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്